ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഒരു ഉണക്ക മരമാകാതെ സൂക്ഷിക്കുക എന്നതിനെ പറ്റിയാണ്. ദൈവത്തിൻ്റെ വചനം പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: നീ ഒരു ഉണക്ക മരമായി തീരുകയും ചെയ്യും. ഇത് ദൈവം പറയുന്നത് ഒരു മുന്നറിയിപ്പിൻ്റെ ടോണിലാണ്. അപകട സൂചന നൽകിക്കൊണ്ട് ദൈവമായ കർത്താവ് മക്കളായ നമ്മളോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണിത്. ഒരിക്കലും ഒരു ഉണക്ക മരമായി തീരാതിരിക്കുവാനുള്ള മുൻകരുതലുകളും ശ്രദ്ധയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഒന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനം ദൈവം സംസാരിക്കുന്നത് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽക്കാരോടാണ്. രണ്ടാമതായിട്ട് ദൈവം ഈ വചനം സംസാരിക്കുന്നത് സഭയോടാണ്. മൂന്നാമതായിട്ട് കർത്താവ് ഈ വചനം സംസാരിക്കുന്നത് ഓരോ വിശ്വാസിയോടുമാണ്, ഇൻഡിവിജ്വൽ ബിലീവർ. ഒന്നാമത് യഹൂദനോട് അല്ലെങ്കിൽ ഇസ്രായേൽക്കാരോട്, രണ്ടാമത് സഭയോട്, മൂന്നാമത് ഓരോ വ്യക്തിയോടും, ഓരോ വിശ്വാസിയോടും. നമ്മളിതിൽ മൂന്നിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോവുകയാണ്. ഒന്നാമതായിട്ട് ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുകയാണ്: നീ ഒരു ഉണക്ക മരമായി തീരാതെ സൂക്ഷിക്കണം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: തെരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ടമായ ഒരു മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്. നീ എങ്ങനെയാണ് കാട്ടുമുന്തിരിയായി തീർന്നത്? ദൈവം വേദനയോടെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ടമായ മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടുപിടിപ്പിച്ചത്. നീ എങ്ങനെയാണ് കാട്ടുമുന്തിരിയായി തീർന്നത്? ദൈവം അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. എല്ലാം നൽകിയിട്ടും, എല്ലാവിധ പരിലാളനയും വെള്ളവും വളവും സംരക്ഷണവും വേലികെട്ടിയുള്ള വലിയ സംരക്ഷണവും എല്ലാം കൊടുത്തിട്ടും എങ്ങനെയാണ് ഒരു നല്ല മുന്തിരി കാട്ടുമുന്തിരിയായി തീർന്നത് എന്ന് ദൈവം അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽക്കാരുടെ പാരമ്പര്യം തുടങ്ങുന്നത് അബ്രഹാമിൽ നിന്നാണ്. നമുക്കറിയാം, അബ്രഹാമിൽ നിന്നാണ് ചരിത്രം ആരംഭിക്കുന്നത്. അബ്രഹാമിൻ്റെ വലിയ അനുസരണത്തിന് ദൈവം കൊടുക്കുന്ന ഒരു വലിയ വാഗ്ദാനമാണ്: നിന്റെ തലമുറകൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയുമായി തീരും. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന് ജനതകൾക്ക് നീ പിതാവായിരിക്കും. രാജാക്കന്മാർ നിന്റെ കുടുംബത്തിലുണ്ടാകും. നിന്നിലൂടെ ഭൂമുഖത്തെ സകല ജനതകളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ അപ്പച്ചൻ്റെ, ഒരു വലിയ മുത്തശ്ശൻ്റെ വലിയ അനുസരണത്തിലൂടെ, ഏകമകനെപ്പോലും ദൈവത്തിന് കൊടുക്കുവാൻ മടി കാണിക്കാഞ്ഞ ഒരു വലിയ അനുസരണത്തിലൂടെ ഈ ഒരു തലമുറ രൂപം കൊള്ളുകയാണ്. പിന്നീട് ജോസഫിൻ്റെ തലമുറ, ജോസഫിന് ശേഷം വന്ന തലമുറ, ആ ജോസഫിന് ശേഷം വന്ന തലമുറ ഈജിപ്തിൽ അടിമകളായിത്തീരുന്നു. ഒന്നും രണ്ടുമല്ല, 430 വർഷക്കാലം അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട്, അവരുടെ എല്ലാ മഹത്വവും തേജസ്സും നഷ്ടപ്പെട്ട് അവർ അടിമകൾ, വെറും അടിമകളായി മാറുകയാണ്. ചങ്ങല, കയ്യിൽ ചങ്ങല, കാലിൽ ചങ്ങല, പേരില്ല, അഡ്രസ്സില്ല, കൊടിയ ദുരിതത്തിൽ അവർ കഴിയുകയാണ്. ദൈവത്തിന് വേണമെങ്കിൽ എല്ലാ ജനതകളെയും പോലെ അവരെയും തള്ളിക്കളയാമായിരുന്നു. പക്ഷേ ദൈവം അവരെ തള്ളിക്കളയുന്നതിന് പകരം ദൈവം ഇറങ്ങി വരികയാണ്. ഹോറേബിൻ്റെ മുൾപ്പടർപ്പിൽ മോശയെ മോശെ എന്ന് വിളിച്ചുകൊണ്ട് ദൈവം തൻ്റെ മനസ്സ് മോശയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ജനത്തിൻ്റെ ദയനീയമായ നിലവിളി എൻ്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. അവരുടെ ദീനരോധനം ഞാൻ കേട്ടിരിക്കുന്നു. അവരെ മോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. പോവുക, നിന്നെ ഞാൻ അയക്കുന്നു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അഭിഷേകത്തിൻ്റെ വടിയും കൊടുത്തുകൊണ്ട് ദൈവം മോശയെ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഒരു ജനതയ്ക്കും വേണ്ടി ദൈവം ചെയ്തിട്ടില്ലാത്തവണ്ണം ദൈവം അവരുടെ കൂടെ ഇറങ്ങി വന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ആ അടിമത്തത്തിൻ്റെ ചങ്ങല ദൈവം പൊട്ടിച്ചു മാറ്റുകയാണ്. ഏതാണ്ട് 20 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനത്തെ അത്ഭുതകരമായിട്ട് ദൈവം പെസഹ രാത്രിയിൽ ദൈവം മോചനം കൊടുക്കുകയാണ്. 10 മഹാമാരികൾ അയക്കുന്നു. 10ാമത്തതിൽ അവർ സ്വതന്ത്രരാക്കപ്പെടുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ ചെങ്കടൽ പോലും 2ആയി പിളരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ഈജിപ്തിൻ്റെ പട്ടാളക്കാർ കടൽ മുങ്ങിച്ചാകുന്നു. വിശന്നപ്പോൾ സ്വർഗത്തു നിന്ന് ഓരോ പ്രഭാതത്തിലും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തേനിൻ്റെ രുചിയുള്ള മന്ന വർഷിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് അവരെ പരിപോഷിപ്പിച്ചു.
മരുഭൂമിയിൽ എവിടെയാണ് വെള്ളം? ജനം ദാഹിച്ചു വരണ്ടപ്പോൾ പാറപ്പുറത്ത് അടിക്കാൻ ദൈവം കൽപ്പിക്കുകയാണ്. പാറയുടെ പുറത്ത് അഭിഷേകത്തിന്റെ വടി കൊണ്ട് ദൈവദാസൻ അടിക്കുമ്പോൾ പാറ പിളർന്ന് ജലമൊഴുകുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനം ആവശ്യത്തിലും അധികം വെള്ളം കണ്ട് അത്ഭുതപ്പെടുകയാണ്. കുടിക്കുന്നു, ശേഖരിക്കുന്നു. അവരുടെ യാത്ര മുന്നോട്ട് പോകുന്നു. അവർ ഭക്ഷണത്തിന് വേണ്ടി കൊതിക്കുമ്പോൾ കാടപ്പക്ഷികൾ വരികയാണ്. പ്രിയപ്പെട്ടവരെ, അവർക്കൊന്നിനും കുറവില്ല. അവരെ ആക്രമിക്കാൻ അമലേക്കരും മറ്റ് ജാതിക്കാരുമൊക്കെ കടന്നു വരുമ്പോൾ ദൈവം തന്നെ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അവരെ ദൈവം കാനാൻ ദേശത്ത് എത്തിക്കുകയാണ്. ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്ത തലമുറ കാനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്ത് ദൈവം അവരെ എത്തിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം അവർക്ക് നേരിട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ദൈവം അവർക്ക് പ്രവാചകന്മാരെ കൊടുത്തു. പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് അവർക്ക് അറിയാനായിട്ട് സാധിച്ചു. ദൈവം അവരുടെ ഇഷ്ടപ്രകാരം ദാവീദ് രാജാവിനെ കൊടുത്തു, മറ്റ് രാജാക്കന്മാരെ കൊടുത്തു, ന്യായാധിപന്മാരെ കൊടുത്തു, പുരോഹിതന്മാരെ കൊടുത്തു. ദൈവം അവർക്ക് കൊടുക്കാത്തതായിട്ട് ഒന്നുമില്ലായിരുന്നു. ഏറ്റവും അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയത് ഇത് ഒന്നുമല്ല. പകൽ മേഘസ്തംഭമായി കൂടെ നടന്ന ദൈവം, രാത്രിയിൽ അഗ്നിത്തൂണായി സഞ്ചരിച്ച ദൈവം, അവരുടെ കൂടെ ദൈവം നടന്നു. അവർ ഇരുന്നപ്പോൾ ദൈവം ഇരുന്നു. അവർ കിടന്നപ്പോൾ ദൈവം അവർക്ക് കാവലിരുന്നു. അവർ യാത്ര ചെയ്തപ്പോൾ അവരുടെ കൂടെ സഞ്ചരിക്കുന്ന സ്വർഗത്തിന്റെ വെളുത്ത മേഘത്തെ അവർ കണ്ടു. ദൈവം തൻ്റെ ഷെക്കിനായി തേജസ്സിൽ അവരുടെ കൂടെ നടന്നു. ഇതുകൊണ്ടാണ് ദൈവം ചോദിച്ചത്, വിശിഷ്ടമായ ഒരു മുന്തിരിയായിട്ടല്ലേ ഞാൻ നിന്നെ നട്ടത്, പിന്നെ നീ എങ്ങനെയാണ് കാട്ടുമുന്തിരി പുറപ്പെടുവിച്ചത്? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കൊടുത്തിട്ടും ലോകത്തിലെ മറ്റ് ജനതകളെക്കാളും ചില സമയത്തെങ്കിലും ഇസ്രായേൽ ജനം അധപ്പതിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അവർ ദൈവത്തെ മറക്കുന്നു. അവർ ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മത്തെ മറന്നു കളഞ്ഞു. സ്നേഹത്തെ പലപ്പോഴും വിസ്മരിക്കുന്നുണ്ട്. 10 കൽപ്പനകൾ എഴുതി കൊടുക്കുവാൻ ദൈവം മോശയെ മലമുകളിലേക്ക് വിളിച്ചപ്പോൾ, മോശ വരാൻ ഒരു 40 ദിവസത്തെ താമസമുണ്ടായപ്പോൾ ഈ ജനം ദൈവത്തെ വിട്ട് പൈശാചിക ആരാധനയിലേക്ക് പോകുകയാണ്. കൊടിയ പാപത്തിൽ ജനം മുഴുകുകയാണ്. ദൈവത്തെ അവർ മറന്നു. അതുകൊണ്ട് ദൈവം ചോദിക്കുകയാണ്, വിശിഷ്ടമായ ഒരു മുന്തിരിച്ചെടിയായിട്ടല്ലേ ഞാൻ നിന്നെ നട്ടത്, നീ എങ്ങനെയാണ് കാട്ടുമുന്തിരി പുറപ്പെടുവിച്ചത്? ഒന്നാമത്തെ ചോദ്യം യഹൂദരോടാണ്, ഇസ്രായേൽ ജനത്തോടാണ്. രണ്ടാമത്തെ ചോദ്യം സഭയോടാണ്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. സഭയോട് ഒരു ഉണക്ക മരമാകരുത് എന്ന് ദൈവം വാർണിംഗ് കൊടുക്കുന്നുണ്ടോ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവിൻ്റെ അവസാനത്തെ മെസ്സേജ് എന്ന് പറയുന്നത് വെളിപാട് പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ അനേക നാളുകൾക്ക് ശേഷം പത്മോസിന്റെ ദ്വീപിൽ 7 പൊൻവിളക്കുകളുടെ മധ്യത്തിൽ മഹത്വത്തിന്റെ തേജസ്സിന്റെ കർത്താവിനെ യോഹന്നാൻ കാണുകയാണ്. യോഹന്നാൻ കാണുന്ന കർത്താവ് 7 സഭകൾക്ക് സന്ദേശം കൊടുക്കുന്നുണ്ട്. അതിൽ 2 സഭകളെ മാത്രമേ ഉള്ളൂ കർത്താവ് ഒരു കുറ്റവും പറയാത്തതായിട്ടുള്ളൂ, പുകഴ്ത്തുന്നുള്ളൂ. ബാക്കി 5 സഭകളെയും കർത്താവ് തിരുത്തുകയാണ്. നിങ്ങളുടെ പോക്ക് ശരിയല്ല എന്ന് പറയുകയാണ്. നിങ്ങൾ ഉണക്ക മരമാണെന്ന് പറയുകയാണ്. നിങ്ങൾ വേഗം തിരിച്ചു വരിക എന്ന് പറയുകയാണ്. നിങ്ങൾ എൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നില്ല എന്ന് പറയുകയാണ്. ഒന്നാമത്തെ സഭ എഫേസോസിലെ സഭയാണ്. ആ സഭയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് കൺവെൻഷനുണ്ട്, ഒരുപാട് ബൈബിൾ കോൺഫറൻസുകളുണ്ട്, ഒരുപാട് ധ്യാനങ്ങളുണ്ട്, എല്ലാമുണ്ട്, ആരാധനയുണ്ട്, പാട്ടുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ കർത്താവ് ഇവിടെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നു, നിനക്ക് എന്നോടുണ്ടായിരുന്ന ആദ്യ സ്നേഹം നീ കൈവിട്ട് കളഞ്ഞു. അതിനാൽ നീ അനുദപിക്കുക, അല്ലെങ്കിൽ നിന്റെ അഭിഷേകം നിനക്ക് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രവർത്തനങ്ങളിലും ഒരുപാട് ചാരിറ്റിയിലും ഒരുപാട് ധ്യാനങ്ങളും ബൈബിൾ കൺവെൻഷനുകളും ഒക്കെ നടത്തിയിട്ടും എഫേസോസിലെ സഭയ്ക്ക് യേശു ക്രിസ്തുവിനോടുണ്ടായിരുന്ന ആദ്യത്തെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. സ്നേഹം വറ്റിപ്പോയ സഭ, മണവാളനോടുള്ള സ്നേഹം വറ്റിപ്പോയ സഭ, പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു സഭ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് പ്രവർത്തിക്കുന്ന സഭ, എന്നാൽ യേശുവിനോടുള്ള ആ വലിയ ഗാഢമായ സ്നേഹം വറ്റിപ്പോയ സഭ. ഈ സഭയെ കർത്താവ് കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാണ്, നീ ഒരു ഉണക്ക മരമായി തീരും. സാർദീസിലെ സഭയ്ക്കും തുയത്തോറയിലെ സഭയ്ക്കും പറ്റിയത് റോങ് ഡോക്ട്രിൻസ് ആണ്, തെറ്റായ പഠനങ്ങളാണ്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചപ്പോൾ ഭക്ഷിക്കാം, വ്യഭിചാരം ചെയ്യാം, കുഴപ്പമില്ല, ഇങ്ങനത്തെ ഒരുപാട് തെറ്റായ പഠനങ്ങൾ ആ സഭയിൽ ഉണ്ടായി. സഭയിൽ അങ്ങനെ തെറ്റായ പഠനങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ തിരുത്തേണ്ടവർ കണ്ണടച്ചു കളഞ്ഞു. സഭയിൽ കോംപ്രമൈസ് ചെയ്ത് വചനങ്ങൾ കടന്നു വന്നപ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെക്കാൾ ഉപരിയായിട്ട് മനുഷ്യൻ്റെ പഠനങ്ങൾ കടന്നു വന്നപ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെ മൂലക്കിരുത്തിക്കൊണ്ട് ഏതൊക്കെയോ വ്യക്തികൾ ചേർന്ന് ചില പൊട്ടത്തരങ്ങൾ പഠിപ്പിച്ചപ്പോൾ തിരുത്തേണ്ടവർ തിരുത്താതിരുന്നതിനാൽ ദൈവം സാർദീസിലെ സഭയെയും
തൂയത്തീറായിലെ സഭയെയും ദൈവം ശാസിക്കുകയാണ്. അതിൻ്റെ ദൂതനെ ദൈവം ശാസിക്കുകയാണ്. നീ എന്തുകൊണ്ടാണ് തെറ്റായ പഠനങ്ങൾ കടന്നു വരാൻ അനുവദിച്ചത്? തെറ്റായ പഠനങ്ങൾ കടന്നു വന്നപ്പോൾ നീ തിരുത്താത്തത് എന്തുകൊണ്ടാണ്? ദൈവവചനത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നീ അവിടെ തിരുത്തൽ കൊണ്ടുവരാതിരുന്നത്? എന്തുകൊണ്ടാണ് യേശു ഏകരക്ഷകനും കർത്താവുമെന്ന് നീ ഉറച്ചു പറയാൻ മടി കാണിച്ചത്? എന്തുകൊണ്ടാണ് നിനക്ക് കർത്താവിൻ്റെ അനന്യതയെ ഉയർത്തി പറയാൻ മടി കാണിച്ചത്? ജനങ്ങളുടെ കൈയടി കിട്ടാൻ വേണ്ടി എന്തുകൊണ്ടാണ് നീ യേശുവിനെ മാറ്റി നിർത്തിയത്? എന്തിനാണ് നീ വചനത്തിൽ വെള്ളം ചേർത്തത്? ഈ രണ്ട് സഭകളും കോംപ്രമൈസ് ചെയ്ത സഭകളാണ്. അതായത് മാനുഷികമായിട്ടുള്ള പഠനങ്ങൾ ദൈവവചനത്തെക്കാളും അപ്പുറത്തേക്ക് വരികയും ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് തെറ്റായ പഠനങ്ങൾ മുകളിൽ കയറി വരികയും ചെയ്ത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുക മാത്രമല്ല ഉണക്കമരമായി തീർന്ന സഭകൾ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഹൃദയത്തെ ഇത് ഒത്തിരി വേദനിപ്പിച്ചു. കർത്താവിൻ്റെ ഹൃദയത്തെ ഇത് ഒത്തിരി വേദനിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ഓർക്കണം, ഈ രണ്ട് സ്ഥലത്തും തെറ്റായ പഠനങ്ങൾ കടന്നു വന്ന സമയത്ത് തന്നെ സഭ അവിടെ ഉണ്ട്. സഭയിലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഉണക്കമരമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ലവോദീക്യാല സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നത്, നീ ചൂടോ തണുപ്പോ ഉള്ളവൻ അല്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നീ ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നീ ചൂടുമല്ല തണുപ്പുമല്ല, വാട്ടവെള്ളം പോലെ ആയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ലോകവും ദൈവവും തമ്മിൽ കൂട്ടിക്കലർത്താൻ നോക്കുകയാണ്. ലോകവും വേണം, ദൈവവും വേണം. ദൈവത്തിൻ്റെ വ്യവസ്ഥകളെയും ലോകത്തിൻ്റെ വ്യവസ്ഥകളെയും തമ്മിൽ കൂട്ടിക്കലർത്താനായിട്ട് ശ്രമിച്ച സഭയുടെ പേരാണ് ലവോദീക്യയിലെ സഭ. ആ സഭയെപ്പറ്റി കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയാതിരിക്കാൻ നീ സൂക്ഷിച്ചു കൊള്ളുക. നീ ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നീ ചൂടുമല്ല തണുപ്പുമല്ല, മന്ദോഷ്ണവാനാണ്. നമ്മൾ നോക്കുക, 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ സഭയെപ്പറ്റി കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ വിധത്തിൽ പോകുന്നതിന് പകരം അതിൻ്റെ സ്റ്റാൻഡേർഡ് താത്തിക്കളഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സഭകൾക്ക് ദൈവം വാർണിംഗ് കൊടുക്കുകയാണ്, ദൈവം മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, വീണ്ടും കർത്താവ് സഭയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. നീ ജീവിച്ചിരിക്കുന്നവനെന്നാണ് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. ആകയാൽ നീ ഉണരുക, നിന്നിൽ അവശേഷിപ്പിച്ചിരിക്കുന്നതിനെ ഉത്തേജിപ്പിച്ച്. ജീവിച്ചിരിക്കുന്നവനെന്നാണ് നിന്നെക്കുറിച്ച് എല്ലാവരും പറയുന്നത്, പക്ഷേ നീ മൃതനാണ്, നീ മരിച്ചു പോയവനാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, എല്ലാവരും പറയുന്നു അടിപൊളി സഭ, അടിപൊളി സഭ, ജീവിച്ചിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നു. പക്ഷേ കർത്താവ് മാത്രം പറയുന്നു, നീ മരിച്ചവനാണ്. ആകയാൽ നീ ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിച്ചിരിക്കുന്നതിനെ നീ ഉത്തേജിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭകളോടും ദൈവത്തിൻ്റെ സന്ദേശം ഇത് തന്നെയാണ്. തെറ്റിതിരുത്തുക, ശരിയായ വഴിയിലേക്ക് തിരിച്ചു വരിക, വചനത്തിന് പ്രാധാന്യം കൊടുക്കുക. മൂന്നാമതായിട്ട് ഓരോ വിശ്വാസിയോടും ദൈവം പറയുകയാണ്, നീ ഒരു ഉണക്ക മരമായി തീരാതെ സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിന് ജീവിതം കൊടുത്തിരിക്കുന്ന ഒരു മകനോട് മകളോട് ദൈവമായ കർത്താവ് പറയുകയാണ്, നീ ഒരു ഉണക്ക മരമാകാതെ സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവർ, എങ്ങനെയാണ് ഒരു മരം ഉണങ്ങിപ്പോകുന്നത്? ഒന്ന്, അതിന് വെള്ളം കിട്ടാതിരിക്കുമ്പോൾ മരം ഉണങ്ങിപ്പോകും. രണ്ട്, വെള്ളമുണ്ടെങ്കിലും പുറത്തു നിന്ന് ഏതെങ്കിലും മൃഗങ്ങളോ മനുഷ്യരോ വിചാരിച്ചാൽ ഒരു മരത്തെ തല്ലിക്കെടുത്താനായിട്ട് സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളും ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുക. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചു. കർത്താവ് പറയാണ്, ഉണക്ക മരമായി തീരാനുള്ള പ്രധാനപ്പെട്ട കാരണം ജീവജലത്തിന്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ചു. ആശ്വാസം കണ്ടെത്തുവാൻ, ആനന്ദം കണ്ടെത്തുവാൻ മറ്റെന്തിലേക്കൊക്കെയോ ജനങ്ങൾ തിരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മൾ സമയം കൊടുക്കാതിരുന്ന സമയത്ത്, ദൈവത്തെ നമ്മൾ ആരാധിക്കാതിരുന്ന സമയത്ത്, ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ ഹൃദയം തുറന്നു കൊടുക്കാതിരുന്ന സമയത്ത്, ദൈവത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കാതിരുന്ന സമയത്ത് നമ്മൾ ജീവജലത്തിൻ്റെ ഉറവയായ കർത്താവിനെ ഉപേക്ഷിക്കുകയായിരുന്നു. നമ്മൾ അങ്ങനെ ഉപേക്ഷിച്ചപ്പോഴെല്ലാം നമ്മൾ ഉണക്ക മരമായി തീരുകയായിരുന്നു. രണ്ടാമത് കർത്താവ് പറയാണ്, പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള തിരുവചനങ്ങൾ, അഭിലാഷങ്ങൾ കടിമപ്പെടരുത്, അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും, അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും, നീ അങ്ങനെ ഒരു ഉണക്ക മരമായി തീരുകയും ചെയ്യും. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് അഭിലാഷങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ നമ്മൾ നിയന്ത്രിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു ഉണക്ക മരമായി തീരുമെന്ന് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്.
അതായത് പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിൽ ശ്രദ്ധയില്ലാതെ ജീവിക്കുമ്പോൾ നമ്മൾ ഉണക്കമരമായി തീരുന്നു. ജഡമോഹങ്ങൾ ഉണരുമ്പോൾ നമ്മളതിനെ ക്രൂശിക്കാതിരുന്നാൽ നമ്മൾ ഉണക്കമരമായി തീരുന്നു. കർത്താവിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ ഉണക്കമരമായി തീരുന്നു. എങ്ങനെയാണ് നമുക്ക് തിരിച്ച് ഒരു നല്ല മരമായി തീരാൻ സാധിക്കുന്നത്? 3 കാര്യങ്ങൾ കർത്താവ് പറയുക. 1, അനുതപിക്കുക. വെളിപാട് പുസ്തകം ആവർത്തിച്ച് പറയുന്ന മെസ്സേജ് ഇതാണ്: അനുതപിക്കുക, അനുതപിക്കുക, ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക, അനുതപിക്കുക, റിപ്പന്റ്, അനുതപിക്കുക, അനുതപിക്കുക. രണ്ടാമതായിട്ട് പറയാണ് വചനത്തിലേക്ക് മടങ്ങി വരിക. 1-ാം സങ്കീർത്തനം 2-ാമത്തെ തിരുവചനം ഭാഗ്യപ്പെട്ട ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെ പറയുന്നു. ആരാണ് ഭാഗ്യവാനെന്ന് പറഞ്ഞിരിക്കുന്നു? അവന്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ ഒരു വൃക്ഷം പോലെയാണ് അവൻ. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ ആനന്ദം കണ്ടെത്തുന്ന വ്യക്തി ഭാഗ്യവാനെന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ്റെ ഇലകൾ ഒരിക്കലും ഉണങ്ങിപ്പോകത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞിരിക്കുന്നു. രാവും പകലും ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുന്ന വ്യക്തിക്ക് അനുഗ്രഹം കിട്ടുമെന്നും അവൻ എന്നും ഒരു പച്ച ഇലകളുള്ള നിറച്ച് പച്ചപ്പുള്ള ഒരു മരമായിരിക്കുമെന്നും ദൈവത്തിൻ്റെ വചനം ഇവിടെ നമുക്ക് ഒരു വാഗ്ദാനം തരികയാണ്. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം. അവിടെ പറഞ്ഞിരിക്കുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ആറ്റു തീരത്ത് നട്ട വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് ഊന്നിയിരിക്കുന്നു. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ നാളുകളിലും അതിന് ഉത്കണ്ഠയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല നദിയുടെ അടുത്ത് കൊണ്ടുപോയി നട്ടിരിക്കുന്ന മരത്തോടാണ് കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ദൈവത്തിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആശ്രയിക്കുന്ന വ്യക്തിയെ നദിയുടെ തീരത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് പോയിരിക്കുന്നു. അതിനൊരിക്കലും ഉത്കണ്ഠയുണ്ടാകുന്നില്ല, ഭയമില്ല. അതിൻ്റെ ഇലകൾക്ക് ഒരിക്കലും വാട്ടം സംഭവിക്കുന്നില്ല. വേനൽക്കാലത്തും അതിന് യാതൊന്നും സംഭവിക്കുന്നില്ല. അത് പച്ചയായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇന്ന് കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരള സഭ, മലയാള സഭ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടു. ലോകത്തെങ്ങുമില്ലാത്തവണ്ണം ഏതാണ്ട് 85-ൽ-അധികം ധ്യാന കേന്ദ്രങ്ങൾ, സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളടക്കം കത്തോലിക്ക സഭ, കേരള സഭ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. മലയാള സഭ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഒരുപാട് വരദാനങ്ങളുള്ള വ്യക്തികളെ ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നു. പരിശുദ്ധാത്മ അഭിഷേകമുള്ള വ്യക്തികൾ, രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നവർ, കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുന്നവർ, അറിവിൻ്റെ വരമുള്ളവർ, പ്രവചന വരമുള്ളവർ, വരദാനങ്ങളുള്ളവർ, ശക്തമായ വചന ശുശ്രൂഷ ചെയ്യുന്നവർ, ഒരുപാട് പേരെ ദൈവം തന്നിരിക്കുന്നു. ദൈവം തിരിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ്. വിശിഷ്ടമായ ഒരു മുന്തിരിയായിട്ടല്ലേ ഞാൻ നിന്നെ സഭയിൽ നട്ടത്? നീ എന്തുകൊണ്ടാണ് പിന്നെ കാട്ടുമുന്തിരി പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, യൂദാസിന്റെ ജീവിതം നമുക്കറിയാം. എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെടേണ്ടവനായിരുന്നു അവൻ. 3.5 വർഷക്കാലം ദൈവപുത്രന്റെ കൂടെ വസിക്കുവാനും ദൈവപുത്രന്റെ അധരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന വചനം കേൾക്കുവാനും ഭാഗ്യം കിട്ടിയിട്ടും ഒരു കാട്ടുമുന്തിരിയായി പോയ മനുഷ്യനാണ് യൂദാസ് എന്ന് നമുക്കറിയാം. എല്ലാം കിട്ടിയിട്ടും, കർത്താവിൻ്റെ അത്ഭുതങ്ങളെല്ലാം അടുത്ത് നിന്ന് കണ്ടിട്ടും, യേശുവിൻ്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടും, ആ സ്നേഹം ആസ്വദിക്കാനുള്ള വലിയ കൃപ കിട്ടിയിട്ടും തകർന്നു പോയ, ഉണക്കമരമായി പോയ ഒരു വ്യക്തിയാണ് യൂദാസ് എന്ന് നമുക്ക് അറിയാം. ഇതുപോലെ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടിട്ട് ഉണക്കമരമായി തീർന്ന ഒരു മനുഷ്യനാണ് സോളമൻ എന്ന് പറയുന്ന രാജാവ്. ദാവീദ് രാജാവിൻ്റെ മകനായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടും, എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം കൊടുത്തിട്ടും, ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടും, ഒടുവിൽ തൻ്റെ വാർദ്ധക്യത്തിൽ സത്യ ദൈവത്തെ വിട്ട് വിഗ്രഹാരാധനയിലേക്ക് പോവുകയും ദൈവമായ കർത്താവിൽ നിന്ന് അകന്നുപോയി നശിച്ചു പോവുകയും ചെയ്ത ഒരു മനുഷ്യനെ സോളമൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഇന്ന് ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ ഇതെല്ലാം തന്നിട്ടും നിന്റെ ജീവിതം എന്തുകൊണ്ടാണ് ഇങ്ങനെ തകർന്നു പോകാൻ കാരണം? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സ്നേഹത്തോടുകൂടി മാടി വിളിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, വെളിപാട് പുസ്തകം ലവോദിക്കയിലെ സഭയിൽ നീ ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നെങ്കിൽ എന്നെല്ലാം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ദൈവം ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. എന്നെ പുറത്താക്കിയ സഭയാണ് ലവോദിക്ക സഭ. ഞാനവിടെ ഇല്ല, ചൂടോ തണുപ്പോ ഇല്ലാത്ത ജീവിതം ജീവിക്കുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്കും ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൻ്റെ കവാടത്തിങ്കൽ കർത്താവ് മുട്ടി വിളിക്കുകയാണ്. ആ സഭയ്ക്ക് ചൂടോ തണുപ്പോ ഇല്ല, പക്ഷെ അതിൻ്റെ അകത്ത് വ്യക്തികളുടെ ഹൃദയത്തിൽ കർത്താവ് മുട്ടി വിളിച്ചിട്ട് പറയുകയാണ്, നീ വാതിൽ തുറന്നു തന്നാൽ ബാക്കി എല്ലാവരും എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, ഞാൻ നിന്റെ ഉള്ളിൽ വരാം, നിന്നോടുകൂടെ ഭക്ഷണം കഴിക്കാം. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന സ്ഥലത്ത് എല്ലാവരും
ചൂടോ തണുപ്പോ ഇല്ലാതെ ജീവിക്കുകയാണെങ്കിലും, എല്ലാവരും തണുത്ത് മരവിച്ച ആത്മീയ അവസ്ഥയിലാണെങ്കിലും, ദൈവം നമ്മുടെ ഹൃദയത്തിൽ മുട്ടി വിളിച്ചുകൊണ്ട് പറയാണ്, ഒറ്റയ്ക്ക് വ്യക്തിപരമായി ഒരു വില തരാൻ നീ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ഒരു പച്ചമരമാക്കി മാറ്റുകയും ചെയ്യും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മെ പച്ചമരമാക്കി മാറ്റുവാൻ, ഉണക്കമരമായി നമ്മളെ പച്ചമരമാക്കി മാറ്റുവാൻ അവിടുന്ന് പരിശുദ്ധാത്മാവിൻ്റെ നദി ഒഴുക്കുകയാണ്. അവിടുന്ന് കൃപകൾ വർഷിക്കുന്നു, അവിടുന്ന് പാപമോചനം തരുന്നു, അവിടുന്ന് വചനം അയച്ചു തരുന്നു, അവിടുന്ന് വിശുദ്ധ കുർബാന തരുന്നു, അവിടുന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അഭിഷേകം നമുക്ക് തരുന്നു. എല്ലാവിധ നന്മകളാലും കൃപകളാലും അവിടുന്ന് നമ്മളെ നിറയ്ക്കുന്നു. നമ്മൾ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇന്നത്തെ വചനം തിരുവചന ശുശ്രൂഷയിൽ നീ ഒരു ഉണക്ക മരമായി തീരരുത് എന്നുള്ള അവിടുത്തെ മുന്നറിയിപ്പ് ഞാൻ ശ്രവിക്കുകയാണ്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ, ശ്രദ്ധക്കുറവ് മൂലമോ അവഗണന മൂലമോ അഹങ്കാരം മൂലമോ വേണ്ട വിധത്തിൽ അവിടുത്തെ തിരുമുമ്പിൽ ഇരിക്കാഞ്ഞത് മൂലമോ ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഒരു ഉണക്കമരമായി തീർന്നിട്ടുണ്ട്. എങ്കിലും യേശുവേ, അങ്ങയുടെ നാമം വിളിച്ചപ്പോഴെല്ലാം അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കുകയും എന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്തു, യഥാസ്ഥാനപ്പെടുത്തി. ഇന്ന് കർത്താവ്, ഞാൻ തീരുമാനമെടുക്കുന്നു, ആറ്റുനീരത്ത് നട്ട ഒരു വൃക്ഷമാക്കി എന്നെ മാറ്റണമേ. അങ്ങയുടെ വചനത്തിൽ ആനന്ദം കൊള്ളുന്ന ഒരു മകനാക്കി എന്നെ മാറ്റണമേ. രാവും പകലും വചനത്തെ ധ്യാനിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.